ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് PSC ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ PSCയിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെയാണ് ഞാൻ പറയുന്നത്. ഒരാള് റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആദ്യമായിട്ട് എത്തുന്നതാണ്, അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ചില ലിസ്റ്റുകൾ 3 വർഷം വരെ അതിന് കാലാവധി കാണും, ചില സമയത്ത് അത് എക്സ്റ്റെൻഡ് ചെയ്യും 3 വർഷത്തിൽ കൂടുതൽ. ചില ഗവൺമെന്റുകൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കത്തില്ല. ആദ്യമായിട്ട് നമ്മൾ മാർക്ക് നോക്കും, ഇപ്പൊ കട്ട് ഓഫ് എത്രയാണ് ആയിരിക്കും എന്നുള്ള ഒരു ഡൗട്ടാണ് ആദ്യം നമുക്ക് ഉണ്ടാവുന്നത്. പല സ്ഥലങ്ങളിലും അതിനെക്കുറിച്ച് ചെക്ക് ചെയ്യും, എത്രയായിരിക്കും കട്ട് ഓഫ് എന്ന്. അപ്പോൾ ഓരോ ആൾക്കാർ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് പറയും. അപ്പോൾ അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം ഷോർട്ട് ലിസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ കട്ട് ഓഫിനെക്കാളും മുകളിലാണ് നമ്മുടെ റാങ്ക് എങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരും. ഇനി കട്ട് ഓഫിനെക്കാളും താഴെയാണെങ്കിൽ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്, റിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസ്. അവർക്ക് ആ കാറ്റഗറീസ് ഗവൺമെന്റ് ബൈ നോട്ടിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള കാറ്റഗറീസിനെ തരംതിരിച്ച് അതിന് താഴെ മാർക്ക് വന്നാലും അവർക്ക് ആ ഒരു സപ്ലി ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റിൽ അവർക്ക് വരാനായിട്ട് സാധിക്കും. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ പേര് അതിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മെയിൻ ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ്. ഇപ്പോൾ മെയിൻ ലിസ്റ്റിൽ നമ്മൾ എത്തിപ്പെട്ടു. അതിനുശേഷം നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ PSCയുടെ ഓഫീസിൽ ചെല്ലുമ്പം ഭയങ്കര പ്രൗഡാണ് നമുക്ക് അവിടെ നിൽക്കുമ്പോഴത്തേക്കും. ആ പ്രൗഡ്നെസ്സിൽ നമ്മൾ PSC ഓഫീസിൽ ചെല്ലുകയും നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുക്കുകയും അതൊക്കെ വെരിഫൈ ചെയ്ത് തരികയും ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. ആ പ്രൗഡ്നെസ്സിൽ നമ്മൾ വീട്ടിൽ പോകുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇന്റർവ്യൂ ഉള്ള പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഇന്റർവ്യൂവിന് ഷെഡ്യൂൾ ചെയ്യുകയും പിന്നെ ആ ഇന്റർവ്യൂ ഷെഡ്യൂളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അന്ന് കുറച്ച് ആൾ ടെൻഷനാണ്, ഇന്റർവ്യൂവിന് വേണ്ടി പോകുമ്പോൾ ഇന്റർവ്യൂ ചെന്ന് അറ്റൻഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വരുന്നു. പക്ഷേ ഇതിൽ നമ്മൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ വലിയ മുഖ്യധാര ലിസ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാരണം അത് ഭയങ്കര പ്രഷറുള്ള പബ്ലിക് പ്രഷറുള്ള കാര്യമായതുകൊണ്ട് അവർക്ക് പബ്ലിഷ് ചെയ്തേ പറ്റത്തുള്ളൂ, ഡിലേ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ചെറിയ ചെറിയ പോസ്റ്റുകളുണ്ട്, ആ അങ്ങനെയുള്ള പോസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഡിലേ ആണ്. നോട്ടിഫിക്കേഷൻ വന്ന് ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും പരീക്ഷ വന്ന് ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്ത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ഈ പ്രോസസ്സൊക്കെ നടക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ആൾ വരത്തില്ല, വരാത്തവർക്ക് വേണ്ടി വീണ്ടും അവസരങ്ങൾ കൊടുക്കും. അതുപോലെ ഇന്റർവ്യൂവിന് വരാത്തവർക്ക് വീണ്ടും അവസരം കൊടുക്കും. അപ്പോൾ അതിനുവേണ്ടി ഇന്റർവ്യൂ ബോർഡ് വീണ്ടും കൂടും, പിന്നെ അതിന്റെ കുറേ സമയം എടുക്കും. അങ്ങനെ ഒരുപാട് ടൈം ഇതിനു വേണ്ടി ലാഗ് ചെയ്ത് പോകുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ മെയിൻ ലിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ, മുഖ്യധാര ലിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പ്രൊസീജിയർ നടത്തിയേ പറ്റത്തുള്ളൂ. അവർക്ക് പലപ്പോഴും ഇന്റർവ്യൂ ഇല്ലാത്ത പോസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിയുകയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് അതിൽ 1, 2, 3, 4 അങ്ങനെ ഒരു ക്രമത്തിലല്ല അവിടെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. അതിലൊരു റൊട്ടേഷൻ ചാർട്ട് ഉണ്ട്. ആ റൊട്ടേഷൻ ചാർട്ട് പ്രകാരമാണ് അപ്പോയിന്റ്മെന്റ്സ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1, 2 രീതിയിലല്ല. നമ്മൾ 50ാമത്തെ റാങ്ക് ആണെങ്കിൽ നമുക്ക് 1, 2 എന്ന് പറഞ്ഞാൽ 50 വേക്കൻസി 50 കിട്ടുമെന്ന് വെച്ചാൽ അത് നടക്കില്ല. റിസർവേഷൻ ഒന്നും ഇല്ലാത്ത മെയിൻ ആയിട്ടുള്ള ഒരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 50ാമത്തെ റാങ്കുകാരന് കിട്ടി വരുമ്പോൾ വീണ്ടും ഒരുപാട് പുറകോട്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതാണ് ഈ പറയുന്ന റൊട്ടേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. പിന്നെ NJD വേക്കൻസീസ് കാണും, അവർക്കൊക്കെ കൊടുക്കും. പിന്നെ അങ്ങനെയുള്ള കുറേ നൂലാമാലകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടും ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ അപ്പോയിന്റ്മെന്റ് വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. നമ്മൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ആയിട്ട് നമുക്കുണ്ടാവുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റിൽ ഇത്ര പേര് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റിലും അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാണും, കുറഞ്ഞാലും ഏകദേശം അതിന്റെ അടുത്ത് തന്നെ നിൽക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. എത്ര വേണോ അത് ഗവൺമെന്റിന്റെ ഒരു ഡിസിഷനാണ്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് കുറഞ്ഞു പോയാൽ അത് കൂട്ടിയെടുക്കേണ്ടതെന്ന് തീരുമാനിച്ചോ കൂട്ടിയെടുക്കത്തില്ല. ഇതിന് മുമ്പുള്ള ലിസ്റ്റുകളിൽ 260 പേര് എടുത്ത സ്ഥാനത്ത് ഈ ലിസ്റ്റിൽ 25 30 പേര് എടുത്ത ലിസ്റ്റുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും കുറഞ്ഞെടുത്തിട്ടുള്ള സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഈ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ഫോം ചെയ്യുകയും അവർ ഓരോ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആദ്യമേ തന്നെ ചെയ്തിരിക്കണം, അതിന് ഡിലേ വരുത്തരുത്. ഈ ഡിലേ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമുക്കൊരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിനകത്ത് പല തരത്തിലുള്ള കാറ്റഗറീസ് കാണും. അതായത് ഈ റാങ്ക് ലിസ്റ്റിന്റെ മുകളിലുള്ളവർ കാണും, നടുക്കുള്ളവർ കാണും, താഴെയുള്ളവർ കാണും. താഴെയുള്ളവർ വളരെ സൈലന്റ് ആയിരിക്കും, അവർക്ക് അറിയാം അവർക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവർ ആദ്യമൊക്കെ ഒന്ന് പരിശ്രമിക്കുമെങ്കിൽ പിന്നെ അവർ ഇതിന്റെ ഒരു മെല്ലപ്പോക്ക് കാണുമ്പോൾ അങ്ങ് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഈ നടുക്കിരിക്കുന്നവരാണ് ഇതിൻ്റെ അകത്ത് പെട്ടുപോകുന്നത്. കാരണം ഈ മുന്നിൽ നിൽക്കുന്നവർ ഒരിക്കലും ഒരു കേസുമായിട്ടോ ഒന്നും മുന്നോട്ട് പോകാൻ ആദ്യമേ അവർ തയ്യാറാവത്തില്ല. പലർക്കും കേസ് എന്താണെന്നോ ഇതിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് ഒന്നോ അറിയത്തുമില്ല. അപ്പൊ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നവർക്ക് പലരും പല റാങ്ക് ലിസ്റ്റുകളിലും ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് പല കാര്യങ്ങളും അറിയാമായിരിക്കും. അപ്പൊ അവര് വ്യക്തമായിട്ടും ഇത് പറയാതെ ഈ നടുക്ക് നിൽക്കുന്ന ആൾക്കാർ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് കിട്ടാതെ പോകും. അവർക്കൊരു കേസുമായിട്ട് കറക്റ്റ് പോകേണ്ട സമയത്ത് അവർക്ക് കേസ് കൊടുക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ഇവർ പറയും വേണ്ട, കാരണം ഒന്നാമത്തെ കാര്യം ഗവൺമെന്റിനെ പിണക്കണ്ട, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെ പിണക്കണ്ട, വേക്കൻസി വരും എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷേ ഈ മുകളിലുള്ളവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ കിട്ടിയിട്ട് അവരങ്ങ് പോകും, അവർ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരത്തേയില്ല. പക്ഷേ ഈ നടുക്ക് നിൽക്കുന്നവരാണ് ഇതിൻ്റെ അകത്ത് ഭവിഷ്യത്ത് അനുഭവിക്കുന്നത്. അവർ കേസുമായിട്ട് എപ്പോഴും ഇറങ്ങുമെന്ന് വെച്ചാൽ അവർ വെയിറ്റ് ചെയ്യും, കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്യും, ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യും, അവർ പിണക്കണ്ടെന്ന് പറഞ്ഞിരിക്കും. അവസാന നിമിഷം നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം ഇനി മുന്നോട്ട് പോയാൽ നമ്മളെ റാങ്ക് ലിസ്റ്റ് തീരും. അങ്ങനെയുള്ള ഒരു അവസരം വരുമ്പോഴത്തേക്ക് നമ്മൾ റാങ്ക് ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പെറ്റീഷൻ കൊടുക്കുകയും അങ്ങനെ പറ്റില്ല എന്ന് പറയുകയും പിന്നീടാണ് നമ്മൾ കേസുമായിട്ട് അവസാന നിമിഷമാണ് കേസുമായിട്ട് ഇറങ്ങുന്നത്. മിക്ക ലിസ്റ്റുകളുടെയും പ്രശ്നം അതാണ്, അവർ കേസുമായിട്ട് ഇറങ്ങുമ്പോൾ വളരെയധികം ലേറ്റ് ആയി പോകും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ,
ഗവൺമെന്റിൽ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ആ വേക്കൻസി പല രീതിയിൽ അവർക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ലിസ്റ്റിലുള്ള ഡിലീഷൻ കൊടുക്കേണ്ടവരെ വ്യക്തമായിട്ടും ഡിലീറ്റ് ആദ്യമേ ചെയ്ത് ഡിലീഷൻ വാങ്ങിച്ചിരിക്കണം. ജോലിയുള്ളവരൊക്കെ കാണും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ പരിശ്രമിക്കണം. അങ്ങനെ ഡിലീഷൻ കൊടുത്തില്ല എങ്കിൽ ഒരു വേക്കൻസി എങ്കിലും റിപ്പോർട്ട് ചെയ്ത് ഡിപ്പാർട്ട്മെന്റിൽ പോയാൽ ആ വേക്കൻസി തിരിച്ചിങ്ങോട്ട് വരുന്ന കാര്യം വലിയ പാടാണ്. അത് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. അത് അവിടെ തന്നെ വേറെ രീതിയിലോട്ട് മാറ്റാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു വേക്കൻസീസും റിപ്പോർട്ട് ചെയ്ത് പോകാൻ പറഞ്ഞാൽ ഞാൻ NJD വേക്കൻസീസിനെ കുറിച്ച് ഒരു വീഡിയോ എൻ്റെ ഇട്ടിട്ടുണ്ട്, 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ 2 വീഡിയോ നിങ്ങൾ കേൾക്കണം. അത് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ, അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ആദ്യം റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡിലീഷനാണ്, ഡിലീഷൻ പ്രോസസ്സാണ്. ഇതിൻ്റെ അകത്ത് ഉള്ളവരെ കണ്ടുപിടിക്കണം, ജോലിയുള്ളവരെ കണ്ടുപിടിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവർ എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. പിന്നെ പലരും ചെയ്യുന്ന കാര്യം, അന്ന് ഈ തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയൊക്കെ ഉള്ളപ്പോൾ അതിൽ ഒരു കോളം കൊടുക്കും, ഇങ്ങനെ റാങ്ക് ഹോൾഡേഴ്സ് ബന്ധപ്പെടണമെന്ന് പറഞ്ഞ് നമ്പരൊക്കെ വെച്ച് കൊടുക്കും. അതിന് മുമ്പൊക്കെ ഉള്ളവരെ എങ്ങനെയാണെന്നുള്ളത് എനിക്കും അറിയത്തില്ല. അത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇവർ ഈ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പല സ്ഥലങ്ങളിലും പോകും, ഇതൊക്കെ അഡ്രസ്സൊക്കെ ഒപ്പിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു. ഇപ്പോഴും പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പം പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ടെലഗ്രാമും അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഉള്ളതുകൊണ്ടും അതിലോട്ടൊക്കെ ഒരു റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ അതിലോട്ട് ആൾ വന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ട അതിൻ്റെ റെലവൻസി നോക്കണം. സത്യസന്ധരായിട്ടുള്ള ആൾക്കാരാണോ കയറുന്നതെന്നുള്ള വ്യക്തമായിട്ട് അന്വേഷിച്ച ശേഷം മാത്രമേ അവർ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താവുള്ളൂ. അങ്ങനെ അവർ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവരിൽ എത്ര പേർക്ക് ജോലി ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് ആർക്കൊക്കെ ഈ ജോലി വേണ്ട, ഇതിനുശേഷം റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ആർക്കൊക്കെ ജോലി കിട്ടി എന്നുള്ള കാര്യം അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് അവർക്ക് ഈ ലിസ്റ്റിൽ അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ഡിലീഷൻ വാങ്ങിച്ച് അവരെ പേര് ഡിലീറ്റ് ചെയ്യിപ്പിക്കണം. അവർക്ക് ഒരിക്കലും അഡ്വൈസ് പോകാൻ പാടില്ല. അങ്ങനെ അഡ്വൈസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് അത് NJDയൊക്കെ റിപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് പല രീതിയിൽ, അത് ഞാൻ ഇന്ന് ഒരു കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ കേസിനകത്ത് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത് ആയിരിക്കും. നിങ്ങൾക്ക് അത് കേട്ട് കഴിയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആ കേസ് കേട്ട് കഴിയുമ്പോഴത്തേക്ക്. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ വന്നു കഴിഞ്ഞാൽ അവർ ഈ ലിസ്റ്റ് പ്രൊമോഷന്റെ കാര്യങ്ങൾ, ഇപ്പോൾ പ്രൊമോഷൻ ഒന്നും നടക്കുന്നില്ല, കോവിഡ് ആയതുകൊണ്ട് പ്രൊമോഷനുകളൊന്നും നടക്കുന്നില്ല. പിന്നെ വേണമെങ്കിൽ ഗവൺമെന്റിന് പ്രൊമോഷൻ ഒരു ഗ്രൂപ്പിന് കൊടുക്കാണ്ടെങ്കിൽ പ്രൊമോഷൻ തടഞ്ഞു വയ്ക്കാൻ സാധിക്കും. പിന്നെ ഈ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ എംപ്ലോയ്മെന്റ് വഴി കയറിയ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ കയറിയിരിക്കുന്നവർ മാറാതിരിക്കുന്നവരുണ്ട്, അവിടെ കാണും. അതുപോലെ മറ്റു രീതികളിൽ കയറിയവരുണ്ട്. പലതരത്തിലുള്ള അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാലോ. അങ്ങനെ കയറിയിരിക്കുന്നവർ ചില പോസ്റ്റുകൾ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഓതന്റിസിറ്റിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ആയുധം എന്തെന്ന് വെച്ചാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കേൾക്കണം. അത് പ്രകാരം തന്നെ നിങ്ങൾ ആ ആപ്ലിക്കേഷൻസ് കൃത്യമായും ഒരു റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടും ആ ഒരു എങ്ങനെയാണ് അത് ചോദിക്കേണ്ട രീതിയിൽ കൺഫ്യൂഷൻ ആവാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ ചോദിച്ച് അവർക്ക് അയച്ച് അതിന്റെ ആൻസറുകൾ വ്യക്തമായിട്ടും വാങ്ങിച്ച് എടുക്കണം. എന്നിട്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ ഓരോ പ്രൊസീഡിങ്സും മുന്നോട്ട് പോകാനുള്ളത്. അത് നമ്മൾ ആദ്യമേ തന്നെ തുടങ്ങണം. ഇതിനകത്ത് എത്ര പേര് അനർഹരായിട്ട് ഇരിപ്പുണ്ട് എന്നുള്ളത് കണ്ടെത്തണം. അതാണ് നമ്മൾ അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ PSCയിൽ റിപ്പോർട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കിടക്കുന്ന വേക്കൻസീസ് ഈ പ്രൊമോഷനൊക്കെ ഗവൺമെന്റ് ആണ് ഫിക്സ് ചെയ്യാനുള്ള. അപ്പോൾ സ്റ്റാഫ് ഫിക്സേഷൻ, ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു ഇതായിട്ട് സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് ഫിക്സേഷൻ വരും. അപ്പം സ്റ്റാഫ് ഫിക്സേഷനൊക്കെ നടത്താതെ ഇട്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. എല്ലാ വർഷവും നടത്തേണ്ട കാര്യങ്ങളാണ്, അതൊന്നും നടത്തത്തില്ല. അപ്പം സ്റ്റാഫ് ഫിക്സേഷൻ നടത്തി കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസീസ് വരും. ആ വേക്കൻസീസും ഈ PSCക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതല്ല. അവിടെ ഈ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻജസ്റ്റിസ് ഉണ്ടെങ്കിൽ മാത്രമേ കോടതി അതിന് ഇടപെടത്തുള്ളൂ എന്നുള്ളതാണ്. റിപ്പോർട്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ടും ഗവൺമെന്റിന് അങ്ങനെ ഒരു ഇതില്ല. സ്റ്റാഫ് ഫിക്സേഷൻ അവർ നടത്താതെ വെച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഗവൺമെന്റാണ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അതിന്റെ കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒരു ഇൻജസ്റ്റിസ് മനഃപൂർവ്വം ഒരു വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ചതിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കോടതി അപ്രോച്ച് ചെയ്യാനും അതിന് മേലെ ഓർഡർ വാങ്ങിക്കാനും സാധിക്കത്തുള്ളൂ. പിന്നെ അടുത്തായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഗവൺമെന്റ് ഓർഡറുകൾ. പലപ്പോഴും ഡിപ്പാർട്ട്മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ബൈ ട്രാൻസ്ഫർ അപ്പോയിന്റ്മെന്റ് ഒക്കെ അതിൻ്റെ അകത്ത് കാണും. അപ്പൊ അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് വഴിയുള്ള അപ്പോയിന്റ്മെന്റ് ഒക്കെ കാണും. അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ് ഒക്കെ വഴി വരുന്നവർക്ക് ഉണ്ടാവുന്ന ഒരു പ്രൊമോഷനായിട്ടൊക്കെ വന്ന് പരീക്ഷ എഴുതി അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രത്യേക എക്സാം ആയിരിക്കും നടത്തുന്നത്. അവർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പല ജിയോസും ഇറക്കാറുണ്ട്. കാരണം ഒരു സ്റ്റേറ്റിന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് പല ജിയോസും വരാറുണ്ട്. അപ്പോൾ ആ ജിയോസ് ഒക്കെ ചിലപ്പോൾ മെയിൻ ലിസ്റ്റിൽ സാധാരണ ഈ ഡയറക്റ്റ് റിക്രൂട്ടുകാരൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് വരാറുമുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് ചലഞ്ച് ചെയ്യണം. അല്ലാതെ തന്നെ പല ജിയോസും വരാറുണ്ട്, ഗവൺമെന്റ് ഓർഡറുകളും വരാറുണ്ട് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അതൊക്കെ നമുക്ക് എഗെയിൻസ്റ്റ് ആവാറുണ്ട്. ചില ഡിസിഷൻസ് നമുക്ക് എഗെയിൻസ്റ്റ് ആവാറുണ്ട്. ചില പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ജില്ലാ പോസ്റ്റുകളായിരിക്കും, പക്ഷേ അതിന്റെ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലെവലായിരിക്കും. അപ്പോൾ അതിന്റെ ട്രാൻസ്ഫർ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുതിയ ഡിസിഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഈ പറയുന്ന ലിസ്റ്റുകാർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതും നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കൊള്ളണം. അതൊക്കെ നോക്കി
കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ നിയമപരമായിട്ടുള്ള അറിവുകൾ വ്യക്തമായിട്ട് നേടിയതിനു ശേഷം അത് കൃത്യമായും അതിൻ്റെ പ്രോപ്പർ വേയിൽ കോടതിയെ സമീപിക്കുകയും ചെയ്യണം. അത് കൃത്യമായ സമയത്ത് തന്നെ സമീപിക്കുകയും വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മളിന്ന് നോക്കുന്നത് ഒരു ഡിസിഷനാണ്, ഒരു കോടതിയിൽ ഫയൽ ചെയ്ത ഒരു കേസാണ്. ആ കേസ് എന്ന് പറഞ്ഞാൽ ഒരു UP സ്കൂൾ അസിസ്റ്റന്റുമാർ ഫയൽ ചെയ്ത കേസാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് നോക്കി അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയ നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ റാങ്ക് ഹോൾഡേഴ്സിനൊക്കെ വളരെ ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ജോലി സംബന്ധമായ കേസുകളും PSC സംബന്ധമായ കേസുകളൊക്കെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലാണ് ഫയൽ ചെയ്യുന്നത്. അവിടെ വന്ന ഒരു പ്രയർ എന്ന് പറഞ്ഞാൽ ഇത് ഫയൽ ചെയ്തിരിക്കുന്ന UP സ്കൂൾ അസിസ്റ്റൻസ് മലയാളം മീഡിയം വയനാട് ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരാണ്. അതിൽ റാങ്ക് ലിസ്റ്റിലുള്ള കുറച്ച് ആൾക്കാരാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അവർ പ്രൈസ് ചെയ്തിരിക്കുന്ന, കോടതിയിൽ പ്രൈസ് ചെയ്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ടു ഡയറക്ട് ദ തേർഡ് റെസ്പോണ്ടന്റ് ടു റിപ്പോർട്ട് ഓൾ ദ സബ്സ്റ്റാൻറ്റീവ് വേക്കൻസീസ് ഇൻക്ലൂഡിംഗ് ദ 91 വേക്കൻസീസ് ഷോൺ ഇൻ അനക്ഷർ A2 ഇൻ ദ പോസ്റ്റ് ഓഫ് UP സ്കൂൾ അസിസ്റ്റന്റ് മലയാളം മീഡിയം ഇൻ വയനാട് ഡിസ്ട്രിക്ട് ടു ദ 6th റെസ്പോണ്ടന്റ് ബിഫോർ ദ എക്സ്പയറി ഓഫ് അനക്ഷർ A1 റാങ്ക്ഡ് ലിസ്റ്റ്. അതായത് തേർഡ് റെസ്പോണ്ടന്റ്, അതായത് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് 91 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാനായിട്ട്, അതായത് UP സ്കൂൾ അസിസ്റ്റന്റ് മലയാളം മീഡിയം വയനാട് ഡിസ്ട്രിക്റ്റിലെ വേണ്ടിയിട്ട് 91 വേക്കൻസീസ് PSCക്ക്, 6th റെസ്പോണ്ടന്റ് എന്ന് പറഞ്ഞാൽ PSC ആണ്, PSCക്ക് ഈ A1 റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്ന ഡേറ്റിന് മുമ്പ് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആണ് ഒന്നാമത്തെ പ്രയർ ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പ്രയർ ചോദിച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ടു ഡയറക്ട് ദ 6th റെസ്പോണ്ടന്റ് ടു ഇഷ്യൂ അഡ്വൈസ് മെമ്മോസ് എഗെയിൻസ്റ്റ് ദ വേക്കൻസീസ് ഓഫ് UP സ്കൂൾ അസിസ്റ്റന്റ് മലയാളം മീഡിയം ഇൻ വയനാട് ഡിസ്ട്രിക്ട് സോ റിപ്പോർട്ടഡ് ബൈ ദ തേർഡ് റെസ്പോണ്ടന്റ്. ഈ മൂന്നാമത്തെ റെസ്പോണ്ടന്റ്, അതായത് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ചെയ്യുന്ന ആ 91 വേക്കൻസീസ് ഉണ്ടല്ലോ, അത് PSCക്ക് കിട്ടിക്കഴിഞ്ഞാൽ PSC എന്ത് ചെയ്യണം? PSC അഡ്വൈസ് മെമ്മോസ് അതിനനുസരിച്ച് ആ ഒരു ചാർട്ടിനനുസരിച്ച് അഡ്വൈസ് മെമ്മോ അയക്കണം. അതാണ് രണ്ടാമത്തെ പ്രയർ. മൂന്നാമത്തെ പ്രയർ എന്താന്ന് വെച്ചാൽ ടു ഡയറക്ട് ദ 4th റെസ്പോണ്ടന്റ് ടു ഫൈനലൈസ് ദ സ്റ്റാഫ് ഫിക്സേഷൻ ഫോർ ദ അക്കാഡമിക് ഇയേഴ്സ് 2020-21 ആൻഡ് 2021-22 ഇൻ ദ പോസ്റ്റ് ഓഫ് UP സ്കൂൾ അസിസ്റ്റന്റ് മലയാളം മീഡിയം ഇൻ വയനാട് ഡിസ്ട്രിക്ട്. സ്റ്റാഫ് ഫിക്സേഷൻ നടത്താനാണ് 2020-21 2021-22. കാരണം സ്റ്റാഫ് ഫിക്സേഷൻ നടത്തിയിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കോവിഡ് സമയമാണ്. ചില സമയത്തൊന്നും സ്റ്റാഫ് ഫിക്സേഷൻ നടത്താറില്ല. കുറെ കാലങ്ങളായിട്ട് സ്റ്റാഫ് ഫിക്സേഷൻ നടത്താതെ മാറ്റിയിട്ടിരിക്കും. സ്റ്റാഫ് ഫിക്സേഷൻ നടത്തിയാലുള്ള ഗുണം എന്താണ്? വേക്കൻസീസ് റേസ് ചെയ്യും. കാരണം കുട്ടികൾ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോക്ക് അനുസരിച്ച് പോസ്റ്റുകൾ ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ആകുമ്പോൾ വയനാട് ഡിസ്ട്രിക്റ്റിലെ മൊത്തം കൂടെ ഒരുപാട് സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലൊക്കെ വരുമ്പോൾ ഒരുപാട് വേക്കൻസീസ് വരും. ആ വേക്കൻസീസ് എന്ത് ചെയ്യാം? PSCക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ നിന്നുള്ളവരൊക്കെ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാഫ് ഫിക്സേഷൻ നടത്തണമെന്നാണ് അടുത്ത പ്രയർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നാലാമത്തെ പ്രയർ എന്ന് പറഞ്ഞാൽ ടു ഡയറക്ട് ദ തേർഡ് റെസ്പോണ്ടന്റ് ടു ഇഷ്യൂ അപ്പോയിന്റ്മെന്റ് ഓർഡേഴ്സ് to the applicants in the post of UPSA Malayalam medium in Wayanad district immediately on the PSC advising them. അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ PSCയുടെ അടുത്ത് എന്താണ് ഡയറക്റ്റ് ചെയ്യേണ്ടത്? അതായത് PSC അഡ്വൈസ് അയക്കുമല്ലോ, അഡ്വൈസ് അയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം? തേർഡ് റെസ്പോണ്ടന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് അപ്പോയിന്റ്മെന്റ് ഓർഡേഴ്സ് അയക്കാനായിട്ട് പറയണം. ഇതാണ് അടുത്ത പ്രയർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത അഞ്ചാമത്തെ പ്രയർ എന്തെന്ന് വെച്ചാൽ ടു ഗ്രാന്റ് സച്ച് അതർ റിലീഫ്സ് ആസ് ദിസ് ഓണറബിൾ ട്രൈബ്യൂണൽ മേ ഡീം ഫിറ്റ് ആൻഡ് പ്രോപ്പർ ഇൻ ദ സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ്. ട്രൈബ്യൂണലിന് ഫിറ്റ് ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ള ഏതൊരു ഡിസിഷനും ഏതൊരു ഓർഡറും അതർ റിലീഫുകളും പാസ്സാക്കാനായിട്ട് ഒരു പ്രയർ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ആറാമത്തെ പ്രയർ ടു അലോ ദിസ് ആപ്ലിക്കേഷൻ വിത്ത് കോസ്റ്റിന്മേൽ ഈ ആപ്ലിക്കേഷൻ അലോ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത പ്രയർ. ഇത്രയുമാണ് അവരിവിടെ ചോദിച്ചിരുന്ന ഒരു റിലീഫ് എന്ന് പറയുന്നത്. അങ്ങനെ കോടതി ഇത് കേട്ട ശേഷം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ദ ഇന്ററിം റിലീഫ് സോട്ട് ഫോർ ബൈ ദ പെറ്റീഷനേഴ്സ് ഇൻ ദ എബോ എക്സിബിറ്റ് P1 ഒറിജിനൽ ആപ്ലിക്കേഷൻ ആസ് ഫോളോസ്. അങ്ങനെ കോടതി ഇത് കേട്ട ശേഷം കോടതി എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ടു ഡയറക്ട് ദ തേർഡ് റെസ്പോണ്ടന്റ് ടു പ്രൊവിഷണലി റിപ്പോർട്ട് ഓൾ ദ സബ്സ്റ്റാൻറ്റീവ് വേക്കൻസീസ് ഇൻക്ലൂഡിംഗ് ദ 91 വേക്കൻസീസ് ഇൻ ദ post of UP school assistant Malayalam medium in Wayanad district to the 6th respondent so that the report reaches the 6th respondent on or before 5/1/2022. അതായത് 91 വേക്കൻസീസ് പ്രൊവിഷണലി റിപ്പോർട്ട് ചെയ്യാനായിട്ട് കോടതി ഉത്തരവിട്ട് അത് എപ്പോൾ അവിടെ കിട്ടണം, എപ്പോൾ ചെയ്യണം റിപ്പോർട്ട്? 5/1/2022 മുമ്പ്. എന്തുകൊണ്ടാണ്? ഈ ലിസ്റ്റ് ഔട്ട് ആവുന്ന ഡേറ്റിന് മുമ്പ് തന്നെ ഈ പ്രൊവിഷണൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതിന്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ഈ പ്രൊവിഷണലി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്? പിന്നെ അഡ്വൈസ് ഒന്നും അയക്കണ്ട, അപ്പോയിന്റ്മെന്റ് ഒന്നും അയക്കണ്ട, ജസ്റ്റ് അവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് PSCയിൽ വച്ചിരിക്കണം. അതായത് ഇപ്പം നാളെയാണ് ലിസ്റ്റ് ഔട്ട് ആണെങ്കിൽ ഇന്ന് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് അവിടെ റിപ്പോർട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പം റിപ്പോർട്ടഡ് വേക്കൻസീസ് എന്നുള്ള രീതിയിൽ PSCയിൽ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത്രയുമാണ് ഇതിൻ്റെ അകത്തുള്ള. അത് ആർക്കാണ് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റിന്. ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം? 91 വേക്കൻസി PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസി PSCയിൽ അവിടെ വെച്ചിരിക്കണം. ആർക്കും അഡ്വൈസ് അയക്കേണ്ട ആവശ്യമില്ല, അത് അവിടെ ഇരിക്കണം. ഇനി കേസ് കേട്ട് കഴിഞ്ഞ് ഇതിന്റെ ഫൈനൽ ഹിയറിംഗ് കഴിഞ്ഞിട്ട് കോടതി ഓർഡർ ഇടും. ആ ഓർഡറിനനുസരിച്ച് വേണം അപ്പോയിന്റ്മെന്റ് നടത്താനുള്ളത്. ഇനി കോടതി ഫൈൻഡ് ചെയ്യണം അങ്ങനെ ഒരു സംഭവം 91 വേക്കൻസിയും കോടതി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? തീർന്നു, ആ കേസ് കഴിഞ്ഞു. പിന്നെ അവർക്ക് അപ്പീൽ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. അങ്ങനെ ട്രൈബ്യൂണൽ ഈ കേസ് കേട്ടു. 2 കേസ് ഉണ്ടായിരുന്നു, രണ്ടും ജോയിന്റ് ആയിട്ടാണ് കേട്ടത്.
187 അപ്പോയിൻമെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം വയനാട് ഡിസ്ട്രിക്റ്റിൽ ഓൾറെഡി നടത്തിയിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് കോടതിയിൽ വന്നു, അവർ കൗണ്ടറൊക്കെ കൊടുത്തു. അതിനുശേഷം അവർ പറഞ്ഞു 7 മോർ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ഉണ്ട്, കാരണം കുറച്ച് പേര് പ്രൊമോട്ട് ചെയ്ത് ഹെഡ് മാസ്റ്റർ ആവും, അപ്പോൾ അതും കൂടെ അവർ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു, റിപ്പോർട്ട് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. അത് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി പ്രൊവിഷണൽ ഈ ലിസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രൊവിഷണൽ വേക്കൻസീസ് ഉള്ളത് കൊണ്ട് അവർക്ക് ലിസ്റ്റ് ചെയ്യുന്ന വേക്കൻസീസിനെ അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രൈബ്യൂണലിൽ ഫൈൻഡ് ഔട്ട് എന്ന് വെച്ചാൽ ഇത്ര 7 വേക്കൻസീസിന്റെ കാര്യമേ കോടതി ഫൈൻഡ് ഔട്ട് ചെയ്തോളൂ. പിന്നെ 91 വേക്കൻസീസ് ഉണ്ട് എന്ന് പറഞ്ഞതിന് കൃത്യമായ പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ഹാജരാക്കാൻ ഈ കുട്ടികൾക്ക് സാധിച്ചിട്ടില്ല. എങ്ങനെയാണ് ഈ 91 വേക്കൻസീസ് വരുന്നതെന്നും കാണിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതി പറഞ്ഞു ഈ 91 വേക്കൻസി എന്ന് പറയുന്ന ആ ഒരു ഇത് ഗ്രാന്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് കോടതി ഉത്തരവാകുകയും അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കോടതി ഉത്തരവായി. അങ്ങനെ ഉത്തരവായ ആ ഓർഡറിന്മേൽ ഈ കുട്ടികൾ അപ്പീൽ പോയി. അങ്ങനെയാണ് ഹൈക്കോടതിയിൽ ഈ കേസ് വന്നത്. അങ്ങനെ ഹൈക്കോടതിയിൽ വന്ന് അവിടെ അവർ ചോദിച്ചിരുന്ന പ്രയർ എന്തെന്ന് വെച്ചാൽ, ഒന്ന്, ടു അലോ ദിസ് OP CAT ആൻഡ് ടു സെറ്റ് അസൈഡ് എക്സിബിറ്റ് P2 ഓർഡർ ഡേറ്റഡ് 3/1/22 ഇൻ OA EKM നമ്പർ, കേസ് നമ്പർ, ആൻഡ് ടു ഗ്രാന്റ് ദ ഇന്ററിം റിലീഫ് ആ സോട്ട് ഫോർ ഇൻ OA ഇന്ന നമ്പർ, ആ കേസ് നമ്പർ. അതായത് ആ കോടതി പാസ്സാക്കിയ ആ ഒരു ട്രൈബ്യൂണലിൽ പാസ്സാക്കിയ ഓർഡർ സെറ്റ് അസൈഡ് ചെയ്യാനും, 2, ആൻഡ് ടു ഇഷ്യൂ സച്ച് അതർ ഓർഡർ ഓർ ഡയറക്ഷൻ ആസ് ദിസ് കോൺറബിൾ കോർട്ട് മേ ഡീം ഫിറ്റ് ആൻഡ് പ്രോപ്പർ ഇൻ ദ ഫാക്ട് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ്. കോടതിക്ക് ഫാക്റ്റും സർക്കംസ്റ്റാൻസസിലും ഇനി എന്തെങ്കിലും ഓർഡർ പാസ്സാക്കണമെങ്കിൽ അതും കൂടി ചോദിച്ചുകൊണ്ടാണ് അവർ ഈ പറയുന്ന അപ്പീല് ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട ഒരു കണ്ടൻഷൻ റേസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ 2020, 21, 2021, 22 ഉള്ള സ്റ്റാഫ് ഫിക്സേഷൻ കൃത്യമായിട്ട് നടത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അവിടുത്തെ എയ്ഡഡ് സ്കൂള്, ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചർ സ്റ്റുഡന്റ് സ്ട്രെങ്ത് എന്ന് പറയുന്ന 1:25 ആണ്. അതായത് 25 കുട്ടികൾക്ക് ഒരു ടീച്ചറാണ് എന്നുള്ള രീതിയിലാണ് സ്റ്റാഫ് ഫിക്സേഷൻ നടത്തേണ്ടത്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ 26 കുട്ടി ആയാലോ എന്ത് സംഭവിക്കും? ഇപ്പൊ 2 ടീച്ചറാവും. സാധാരണ രീതിയിൽ അങ്ങനെ വന്നാൽ ഗവൺമെന്റ് അത് ചെയ്യത്തില്ല. സ്റ്റാഫ് ഫിക്സേഷൻ നടത്താതെ 2-3 വർഷം ഇട്ടിരിക്കും. അപ്പോൾ പിള്ളേർ കൂടി കഴിഞ്ഞാൽ മാത്രമേ അവരത് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത്രയും വേക്കൻസീസ് റിപ്പോർട്ടാവും. ഒരു സ്കൂളിൽ തന്നെ ഇങ്ങനെ വന്ന ഒരുപാട് സ്കൂളുകളിൽ ഒരുപാട് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അത്രയും വേക്കൻസീസ് കൂടും, അത്രയും അപ്പോയിന്റ്മെന്റ്സ് നടത്താനായിട്ട് സാധിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് സ്റ്റാഫ് ഫിക്സേഷൻ നടത്തിയിട്ടില്ല, അത് നടത്തണമെന്നാണ് കുട്ടികളുടെ ഒരു ആവശ്യം. പക്ഷേ അവരിവിടെ വന്നതെന്ന് വെച്ചാൽ പ്രൊമോഷൻ വേക്കൻസി ആയിട്ടുള്ള 7 വേക്കൻസീസ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് റിപ്പോർട്ട് ചെയ്തുകൊള്ളാമെന്നും പറഞ്ഞു. ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു ലിസ്റ്റ് നിലവിൽ വന്നത് 7/1/2019 3/11/2021 187 അപ്പോയിന്റ്മെന്റ്സ് അവർ ഓൾറെഡി നടത്തി കഴിഞ്ഞു. 13 വേക്കൻസീസ് 2/11/2021 വന്നു. അതിൽ ഔട്ട് ഓഫ് ദ സെഡ് 13 വേക്കൻസീസ് 4 വേക്കൻസീസ് വെയർ റിപ്പോർട്ടഡ് ടു ദ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ അഡ്വൈസ്. അതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. 13 വേക്കൻസി വന്നതിൽ 4 വേക്കൻസി PSCയിലോട്ട് അഡ്വൈസിന് അയച്ചു. അപ്പോൾ ബാക്കി വേക്കൻസി എന്താണ് ചെയ്തത്? അപ്പം നമുക്ക് ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 20 വേക്കൻസി ഉണ്ട് എന്ന് നമ്മൾ അറിയണം, അല്ലെങ്കിൽ 13 വേക്കൻസി ഉണ്ട് എന്ന് അറിയണം. അപ്പോൾ നമുക്ക് സന്തോഷം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 13 കിട്ടുമെന്ന് പറഞ്ഞിരിക്കും. 13 നമുക്ക് കിട്ടൂല. എന്തുകൊണ്ടാണ് കിട്ടാത്ത? നമുക്ക് അതിൻ്റെ അകത്ത് കുറേ പാരകളുണ്ട്. അതിലൊന്നാണ് കമ്പാഷനേറ്റ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം. കമ്പാഷനേറ്റ് അപ്പോയിന്റ്മെന്റ്, ആശ്രിത നിയമനങ്ങൾ, അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ലീഗൽ ഹെയർസിന് കൊടുക്കുന്ന ജോബ്, ആശ്രിതനോ ഡിപ്പെൻഡന്റിന്, ലീഗൽ ഹെയർക്കല്ല ഡിപ്പെൻഡന്റിന് കൊടുക്കുന്ന ജോബ്, അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കയറി കാണണം. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കമ്പാഷനേറ്റ് എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് പോവും. അതിന് ഒരു വേക്കൻസി പോയി. പിന്നെ NCA 4 പോയി. പിന്നെ നമുക്കുണ്ടാകുന്ന അടുത്ത പ്രോബ്ലമാണ് ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ ഫോർ ദ ഇയർ. ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറുകൾ, അതിന് 4 എണ്ണം പോയി. 2021-22 ഇവിടെ 4 എണ്ണം പോയി, 4 വേക്കൻസി പോയി. അങ്ങനെ 9 വേക്കൻസീസ് അവിടെ പോയി. മെയിനായിട്ടുള്ള 2 പാര, ഒന്ന് കമ്പാഷനേറ്റ് എംപ്ലോയ്മെന്റും 2 ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡിലീഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പറായിട്ട് ഡിലീഷൻ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ അവിടെ പോയി ഡിപ്പാർട്ട്മെന്റ് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ട്രാൻസ്ഫർ വേക്കൻസി എല്ലാം കയറ്റി എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പാഷനേറ്റ് എംപ്ലോയ്മെന്റ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിലീഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ഈ 9 വേക്കൻസി പോയി. പിന്നെ 4 എണ്ണമാണ് റിപ്പോർട്ട് ചെയ്തത്. ആ 4 എണ്ണത്തിൽ അവരെ അഡ്വൈസ് അയച്ചു. പിന്നെ ഉള്ളത് steps are also being taken to report 7 anticipated vacancies for the year 2022 PSC. റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ ഒരുങ്ങിയാണ് 2022 വേക്കൻസീസ്. അടുത്തത്, ഇറ്റ് ഈസ് റെസ്പെക്ട്ഫുള്ളി സബ്മിറ്റഡ് ദ വേക്കൻസീസ് വിച്ച് വുഡ് അറൈസ് കോൺസിക്വന്റ് ടു സ്റ്റാഫ് ഫിക്സേഷൻ ഓൺലി ആഫ്റ്റർ റിസീവിംഗ് ഓർഡേഴ്സ് ഫ്രം ദ ഗവൺമെന്റ്. അതാണ് അടുത്ത പ്രശ്നം. ഗവൺമെന്റിന്റെ ഓർഡർ കിട്ടിയ ശേഷം മാത്രമേ സ്റ്റാഫ് ഫിക്സേഷൻ നടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഓർഡർ ഗവൺമെന്റ് പാസ്സാക്കുന്ന എപ്പോഴായിരിക്കും? അപ്പോൾ ഈ ഉള്ളവർക്ക് ആ ഒരു പരിപാടി കിട്ടത്തില്ല എന്നുള്ളതാണ് സത്യം. സ്റ്റാഫ് ഫിക്സേഷൻ ഒക്കെ ഗവൺമെന്റിന്റെ ഡിസിഷനാണ്. ഗവൺമെന്റിന് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. ഗവൺമെന്റിന് അതിന്റെ വേക്കൻസീസ് അറൈസ് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുക, അതൊക്കെ ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. ഗവൺമെന്റിന് പക്ഷേ കയ്യിൽ പൈസ ഇല്ല, അവർക്ക് സാലറി കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കോടതിക്ക് പാസ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ഡയറക്ഷൻ മാത്രമേ കാറ്റിന് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ, വേറെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. നിർബന്ധിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഡയറക്ഷൻ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അവരത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. ഗവൺമെന്റ് കടമ്പിടുത്തം പിടിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ഇൻജസ്റ്റിസ് ആയിട്ടുള്ള ഒരു വേക്കൻസി എവിടെയെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കേസ് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് അധികാരം എന്നുള്ള രീതിയിൽ കേസ് പോകുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്.
ഇവിടെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹാജരായ അഭിഭാഷകൻ പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റാഫ് ഫിക്സേഷൻ പ്രോപ്പറായിട്ട് നടത്തിയിരുന്നെങ്കിൽ കുട്ടികൾക്ക് കുറേ പേർക്കും കൂടെ അപ്പോയിൻമെൻറ്റ് കിട്ടുമായിരുന്നു. പിന്നെ സ്റ്റാഫ് ഫിക്സേഷനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ അറിയാനായിട്ടൊക്കെ ചെല്ലുമ്പം അവർ തെറ്റായ ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കുന്നു, ഡോക്യുമെന്റ്സ് ഒന്നും പ്രോപ്പറായിട്ട് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല എന്നാണ് അവരുടെ ആർഗ്യുമെന്റ്സ്. കൗണ്ടറായിട്ട് വന്നതെന്ന് വെച്ചാൽ അതിന് RTA ഉണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം അവർക്ക് എല്ലാ ഡോക്യുമെന്റ്സും ആക്സസ് ചെയ്യാനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാൻ പറ്റുമെന്നാണ് കൗണ്ടർ ആർഗ്യുമെന്റ് ആയിട്ട് വന്നത്. ഇവിടെ ഒരു ഡിസിഷൻ വന്നിട്ടുണ്ട്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വേഴ്സസ് സിജാമോൾ എന്ന് പറയുന്ന ഒരു ഡിസിഷനാണ് കോട്ട് ചെയ്തത്. അതിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇഫ് വേക്കൻസീസ് ആർ നോട്ട് റിപ്പോർട്ടഡ് ബിഫോർ ദ എക്സ്പയറി ഓഫ് ദ റാങ്ക് ലിസ്റ്റ്, വേക്കൻസീസ് ഒന്നും തന്നെ അല്ലെങ്കിൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ട വേക്കൻസീസ് ഒന്നും റാങ്ക് ലിസ്റ്റിന് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ദെൻ നോ ഡയറക്ഷൻ ക്യാൻ ബി ഇഷ്യൂഡ്. കോടതിക്ക് ഡയറക്ഷൻ ഒന്നും ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതായത് റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്യിക്കാനേ കോടതിക്ക് പറ്റത്തുള്ളൂ. റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇപ്പോൾ ഒരു കേസ് നമ്മൾ കൊടുക്കണം, റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നത്, കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കോടതി എന്ത് ചെയ്യുന്നത്, പ്രൊവിഷണലി വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം പ്രൊവിഷണലി ഈ ലിസ്റ്റ് ഔട്ടാകുന്നതിന് മുമ്പ് കുറച്ച് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത് PSCയിൽ കൊണ്ടുവന്ന് വച്ചിരുന്നാൽ മാത്രമേ ആ വേക്കൻസിക്കകത്തെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും നടക്കാത്തൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ 91 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ കൂട്ടിയാണ് പറയുന്നത്. കോടതി ഇതിപ്പോൾ ഇതിന്റെ ഈ കേഡർ സ്ട്രെങ്ത് ഒക്കെ നോക്കിയിട്ടാണ് വേക്കൻസി റിപ്പോർട്ട്. ഇപ്പോൾ നമ്മൾ നോക്കി നമുക്ക് 500 വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ഓപ്പോസിറ്റ് കൗണ്ടർ ചെയ്യുന്ന എങ്ങനെയായിരിക്കും, കേഡർ സ്ട്രെങ്ത്തിനകത്ത് ഇത്രയേ ഉള്ളൂ, അതിൽ കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ 91 വേക്കൻസി കേഡർ സ്ട്രെങ്ത്തിനകത്ത് നിൽക്കുമെങ്കിൽ 91 ആയിരിക്കും പറയുന്നത്. ഇനി ഒരു വശം ഇരിക്കണം എന്ന് വെച്ചോ, ഒരു 100 വേക്കൻസി കിട്ടിയെന്ന് വെച്ചോ, 100 വേക്കൻസി കോടതിക്ക് കൊടുക്കാൻ പറ്റില്ല, 91 കൊടുക്കാൻ പറ്റത്തുള്ളൂ. പ്രൊവിഷണലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 91 എന്തെങ്കിലും ഒരു ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ 91 വേക്കൻസി വരെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രൊവിഷണലി റിപ്പോർട്ട് ചെയ്ത് വയ്ക്കുന്നത്. അതാണ് ഈ ഷീജാമോൾ എന്ന് പറയുന്ന കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. Even by the court exercising judicial review so as to direct the appointing authority to report vacancies after the expiry of the rank list and the consequential direction to the PSC to issue advice memos to candidates including the rank list in question in as much as vacancies should have been reported to the PSC by the appointing authority at least during the currency of the rank list. അപ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ സമയത്ത് മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. ഇവൻ ജുഡീഷ്യൽ റിവ്യൂ കൊണ്ട് പോലും കോടതിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് മുമ്പ് തന്നെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതർവൈസ് നോ അഡ്വൈസ് മെമ്മോസ് can be issued as against the vacancies reported subsequent to the currency of the rank list so as to advise candidate from such time expired rank list. അല്ലെങ്കിൽ നമ്മൾ ആ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞു പോയിട്ടാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസീസ് ഒന്നും തന്നെ കുട്ടികൾക്ക് ഒന്നും അയക്കാനായിട്ട് സാധിക്കത്തില്ല, റിപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് അഡ്വൈസ് അയക്കാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ അടുത്ത ലിസ്റ്റിലുള്ളവർക്കേ അത് പോകത്തുള്ളൂ, ഈ ലിസ്റ്റിലുള്ളവർക്ക് അത് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് കോടതി എന്ത് ചെയ്തിരിക്കുന്നത്, ബട്ട് വേറാസ് ഇഫ് ദ വേക്കൻസീസ് ആർ അറ്റ്ലീസ്റ്റ് പ്രൊവിഷണലി റിപ്പോർട്ടഡ് ബൈ ദ അപ്പോയിന്റിംഗ് അതോറിറ്റി, പ്രൊവിഷണലി ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിഫോർ ദ എക്സ്പയറി of the validity period of the rank list, then the adjudication process for finally determining the issue as mentioned herein above can be easily done by the tribunal, and if it is found that no substantive vacancies are available, then the tribunal can even order that the provisional reporting vacancy should be treated as cancelled, or in the alternative, if the tribunal finds that the actual number of substantive vacancies available as against the vacancies or provisionally reported is less than the vacancies or reported, then directive should be issued so as to advise the candidate and appoint candidates from the rank list as against such limited specified vacancies which are judicially determined to the substantive in nature. അതായത് കോടതിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ പ്രൊവിഷണലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാം, വേക്കൻസീസ് എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ കോടതിക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാനും അഡ്വൈസ് കൊടുക്കാനും പറയാം. അതുകൊണ്ടാണ് കോടതി എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ ആ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന്റെ തൊട്ട് മുമ്പ് തന്നെ PSCയിൽ ഈ പ്രൊവിഷണലി റിപ്പോർട്ട് ചെയ്യിക്കാനായിട്ട് ഡിപ്പാർട്ട്മെന്റിനോട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ ഡിപ്പാർട്ട്മെന്റ് അത് ചെയ്തിരിക്കണം. അതാണ് ഈ കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഓഫ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് അനദർ എക്സെട്ര വേഴ്സസ് ഡോക്ടർ സുസ്മി. അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ദ ഗവൺമെന്റ് പ്ലീഡർ ഹാസ് ഒപ്പോസ്ഡ് ദ അബോർസഡ് പ്ലീ ഓഫ് പെറ്റീഷനേഴ്സ് ആൻഡ് ഹാസ് ഹെൽഡ് ദാറ്റ് ദ ട്രൈബ്യൂണൽ ഹാസ് പ്രൊസീഡഡ് ഓൺ ദ റൈറ്റ് ലൈൻസ് to dismiss the plea of interim relief, more so particularly taking into account the ratio decidendi of the decision recently rendered by the 3 benches in Apex Court. അതാണ് ഈ കേസിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ further that there are no credible and reliable materials produced by the petitioner before the tribunal to even remotely suggest that the 91 vacancies have been determined by them in a correct and proper manner, and no factual details are given as to how these vacancies have been so computed by the petitioners.
ഇത് ഇങ്ങനെയുള്ളൊരു 91 വേക്കൻസീസിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. കറക്റ്റ് ആൻഡ് പ്രോപ്പർ മാനറിലാണ് അവർ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് എങ്ങനെയാണ് ആ വേക്കൻസീസ് എറേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത് എന്നും കൂടി പെറ്റീഷനേഴ്സ് പറയണം. അതുപോലെ ദ ട്രൈബ്യൂണൽ ഹാസ് ആൾസോ ഫൗണ്ട് ദാറ്റ് ദ ഇംപ്യൂൺഡ് ഓർഡർ ഓഫ് എക്സിക്യൂട്ടീവ് P2 ദാറ്റ് ഓൾറെഡി 187 അപ്പോയിന്റ്മെന്റ്സ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ പോസ്റ്റ് ഓഫ് UPSA ഇൻ വയനാട് ഡിസ്ട്രിക്ട് ആൻഡ് ഔട്ട് ഓഫ് ദ റിമൈനിങ് 13 വേക്കൻസീസ് വിച്ച് വെയർ ഇൻ എക്സിസ്റ്റൻസ് ആസ് ഓൺ 2/11/2021 4 വേക്കൻസീസ് ഹാവ് ഓൾറെഡി ബീൻ റിപ്പോർട്ടഡ് ടു PSC ആൻഡ് അപ്പോയിന്റ്മെന്റ്സ് will be made as and when PSC issues advice memos as against those vacancies, and also that the remaining 9 vacancies have been set apart for different quotas stipulated as per mandatory requirement like promotions, inter-district transfer, NCA vacancies, compassionate appointments, etc. And that these details have already been given in the reply statement filed by the Deputy Director of Education. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ അവർ 157 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 9 വേക്കൻസീസ് 4 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എന്താണോ ഡിപ്പാർട്ട്മെന്റൽ ആയിട്ടുള്ള പ്രൊസീജിയർ അതിന് വേണ്ടിയിട്ടാണ് അയച്ചിരിക്കുന്നത്. ആ വേക്കൻസീസ് അതിനകത്തുള്ള ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ, NCA, പ്രൊമോഷൻസ്, കമ്പാഷനേറ്റ് അപ്പോയിൻമെന്റ്സ് അതിനൊക്കെ കൊടുത്തു. അത് അവർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റെപ്സ് ഹാസ് ആൾസോ ബീൻ ടേക്കൺ ടു റിപ്പോർട്ട് വേക്കൻസീസ് വിച്ച് അറോസ് ഡ്യൂ ടു പ്രൊമോഷൻസ് എഫക്റ്റഡ് ആസ് ഹെഡ്മാസ്റ്റേഴ്സ് ഇൻ പ്രൈമറി സെക്ഷൻ ഇൻ ദെയർ 2021-22. അപ്പോൾ 2021-22 പ്രൊമോഷൻ കിട്ടി ഹെഡ്മാസ്റ്ററായിട്ട് പോകുന്നവർക്ക് വരുന്ന വേക്കൻസീസ് ഉണ്ട്, പോകുമ്പോൾ വരുന്ന വേക്കൻസീസ് ഉണ്ട്. ആ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. അത് 7 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ഉണ്ട്. അത് PSCക്ക് റിപ്പോർട്ട് ചെയ്യും ആ വേക്കൻസീസ് അവൈലബിൾ ആകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദീസ് all such vacancies which arise before the expiry of A1 rank list on 6/1/2022. ആ വേക്കൻസി ആ പറയുന്ന പ്രൊമോഷൻ കിട്ടി പോകുന്ന വേക്കൻസി 6/1/2022 മുമ്പ് തന്നെ ആന്റിസിപ്പേറ്റഡ് ആയിട്ട് 7 വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നു അവർ ഉറപ്പ് കൊടുത്തു. അങ്ങനെ ഇനിയിപ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്ന 7 വേക്കൻസിയും കൂടെ മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് കിട്ടാൻ പോകുന്നത്. അത് ഓൾറെഡി ഇതിന്ന് ഈ 91 വേക്കൻസീസ് അല്ല, ഓൾറെഡി അവർ അവിടെ ഉറപ്പ് കൊടുത്തതാണ്. ഇനി 7 ആന്റിസിപ്പേറ്റഡ് ഉണ്ട്, അത് അവർ കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞു. കാരണം അതിന് മുമ്പല്ലേ ഈ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് എന്തൊക്കെയാണോ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസീസ് അതിൽ വരുന്ന വേക്കൻസീസ് ആ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വേക്കൻസീസ് മൊത്തം പഴയ ആൾക്കാർക്കാണ് കിട്ടുന്നത്. അത് റിപ്പോർട്ട് ചെയ്യുന്ന ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും? മറ്റേവർക്ക് പോകും, പുതിയ ആൾക്കാർക്ക് പോകും, പുതിയ ലിസ്റ്റിൽ വരുന്നവർക്ക് കിട്ടും. അതാണ് അതിൻ്റെ അകത്തൊരു പ്രശ്നം. അപ്പോൾ അവർ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാമെന്നും കൊള്ളാമെന്നും അവർ ഉറപ്പ് കൊടുത്തു. ഇതിൽ വന്നൊരു പ്ലേ എന്ന് പറഞ്ഞാൽ the petitioner has made a plea that the final details and records relating to the staff fixation process, student strength, etc. and the actual number of teachers presently working in the various government schools in Wayanad Education District as UPSA, Malayalam Medium, etc. are only available with the departmental authority concerned. ഈ കാര്യങ്ങളൊക്കെ അതായത് സ്റ്റാഫ് ഫിക്സേഷൻ പ്രോസസ്സ്, സ്റ്റുഡൻറ് സ്ട്രെങ്ത്, ടീച്ചർ സ്ട്രെങ്ത്, ഇപ്പോഴത്തെ ടീച്ചർ എത്ര പേര് വർക്ക് ചെയ്യുന്നു അതൊക്കെ ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ അറിയാവുള്ളൂ. അതൊന്നും അവർ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത പരാതി എന്ന് പറയുന്നത്. Though that may be true, it is not if the petitioner have no access to those documents. The Right to Information Act 2005 enacted by the Parliament is a powerful tool which can be easily utilized in occasions like this. അപ്പം ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ട്. ഇത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഇതുകൊണ്ട് മാക്സിമം ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുക. ആദ്യം ചെയ്യേണ്ട ഒരു റാങ്ക് ഹോൾഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഡീറ്റെയിൽസ് എടുക്കുക എന്നുള്ളതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉപയോഗിച്ച്. അത് പ്രോപ്പറായിട്ട് അത് എഴുതി തയ്യാറാക്കി വേണം ഓരോന്നും അയക്കാനുള്ളത്. അത് കൃത്യമായിട്ടും പഠിച്ച് ചെയ്യണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കരുത്, പ്രോപ്പറായിട്ട് ആൻസർ കിട്ടുന്ന രീതിയിൽ തന്നെ ചോദിക്കണം. ഒരു കൊഴിച്ച് ആൻസർ ചെയ്യുകയാണെങ്കിൽ അതിന് മേൽ അപ്പീൽ പോകണം. അങ്ങനെ നമ്മൾ ചെയ്യണം. പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് റൂൾ 14 പാർട്ട് 2 കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിനെ കുറിച്ചാണ് 1958. അതിൽ എന്തൊക്കെ കാണിക്കണമെന്നാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വേ ഓഫ് ആൻ അമെൻഡ്മെന്റ് ഹാവ് ബീൻ മെയ്ഡ് എഫക്റ്റഡ് ഫ്രം 8/3/2006 വെയർ ബൈ റൂൾ 14F നൗ മാൻഡേറ്റ്സ് ദാറ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 14F പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ദാറ്റ് എ പ്രൊവിഷണൽ അപ്പോയിൻമെന്റ് ചാർട്ട് അറ്റ് ദ ടൈം ഓഫ് ഈച്ച് അഡ്വൈസ്. ഒരു പ്രൊവിഷണൽ അപ്പോയിൻമെന്റ് ചാർട്ട് കൊടുക്കണം, ഷോയിങ് സെപ്പറേറ്റ്ലി ദ കാൻഡിഡേറ്റ്സ് എലിജിബിൾ ടു ബി സെലക്ടഡ് ഓൺ ഓപ്പൺ കോമ്പറ്റീഷൻ ബേസിസ് ആൻഡ് കാൻഡിഡേറ്റ്സ് എലിജിബിൾ ടു ബി സെലക്ടഡ് ഓൺ റിസർവേഷൻ ടേൺ ഇൻക്ലൂഡിംഗ് ഡീറ്റെയിൽസ് ഓഫ് non-joining duty NJD, no candidates available NCA vacancies and forfeited reservation 10 vacancies pending if any to be compensated shall be published. നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് അവർ എന്ത് ചെയ്യണം, PSC എന്ത് ചെയ്യണം, ഈ 14F പ്രകാരം ഒരു ചാർട്ട് പബ്ലിഷ് ചെയ്യണം. അതിൻ്റെ അകത്ത് NJD എങ്ങനെ കൊടുത്തിട്ടുണ്ട്, NCA എങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഫോർഫീറ്റഡ് ആയിട്ടുള്ള ടേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും അതെന്താണെന്നുള്ളത് കൃത്യമായിട്ടും കാണിച്ചിരിക്കണം. അതായത് ഇപ്പോൾ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ആളില്ല എന്നുണ്ടെങ്കിൽ STയിൽ ആളില്ലെങ്കിൽ SCക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിരിക്കണം.
ടെമ്പററി പാസ്റ്റ് ഓവർ, അതിൻ്റെ കാര്യങ്ങൾ എല്ലാം കാണിച്ചു. നമുക്ക് അതിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അത് ഓൺലൈനായിട്ട് തന്നെ അവൈലബിൾ ആണ് അതിൻ്റെ ചാർട്ട്. ദ പ്രൊവൈസോ ദെയർ ടു ഫർദർ സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് എ ഫൈനൽ അപ്പോയിൻമെൻറ്റ് ചാർട്ട് ഷാൽ ബി പബ്ലിഷ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെലക്ഷൻ ഇയർ ഷോയിങ് ദ കാൻഡിഡേറ്റ്സ് സെലക്ടഡ് ഓൺ ഓപ്പൺ കോമ്പറ്റീഷൻ ബേസിസ് ആൻഡ് സെലക്ടഡ് ഓൺ റിസർവേഷൻ കോട്ട. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ കാണിച്ചിരിക്കണം. അതായത് ഓപ്പൺ കോമ്പറ്റീഷനിലാണോ കാൻഡിഡേറ്റ് സെലക്ട് ആയത്, റിസർവേഷൻ കോട്ടയിലാണോ, അതൊക്കെ അതിൻ്റെ അകത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് എല്ലാം കാണിച്ചിട്ടുണ്ട്. നമ്മളെ പേരും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അടുത്ത 14F ഫർദർ സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് ദ അപ്പോയിൻമെൻറ്റ് ചാർട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ദ സെഡ് റൂൾ ഷാൽ മീൻ ദ ലിസ്റ്റ് ഷോയിങ് ദ ഡീറ്റെയിൽസ് ഓഫ് കാൻഡിഡേറ്റ്സ് അഡ്വൈസ്ഡ് ബേസ്ഡ് ഓൺ മെറിറ്റ്സ് ആൻഡ് അനദർ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് അഡ്വൈസ്ഡ് ബേസ്ഡ് ഓൺ ദ റിസർവേഷൻ ഷോയിങ് ദെയർ കമ്മ്യൂണിറ്റി, ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റീസ്, ടേൺ, വേക്കൻസീസ് ഡീറ്റെയിൽസ് സച്ച് ആസ് NJD, NCA, temporarily passed over, TPO, turn, etc. It may be pertinent to refer to the provisions contained in Rule 14F of Part 2 Kerala State and Subordinate Service Rules, KS and SSR, and its proviso and the note appended thereto, which read as follows. 14F പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? എ പ്രൊവിഷണൽ അപ്പോയിൻമെന്റ് ചാർട്ട് അറ്റ് ദ ടൈം ഓഫ് ഈച്ച് അഡ്വൈസ് ഷോയിങ് സെപ്പറേറ്റ്ലി ദ കാൻഡിഡേറ്റ്സ് എലിജിബിൾ ടു ബി സെലക്ടഡ് ഓൺ ഓപ്പൺ കോമ്പറ്റീഷൻ ബേസിസ് ആൻഡ് കാൻഡിഡേറ്റ്സ് എലിജിബിൾ ടു ബി സെലക്ടഡ് ഓൺ റിസർവേഷൻ ടേൺസ് ഇൻക്ലൂഡിംഗ് ഡീറ്റെയിൽസ് ഓഫ് നോൺ ജോയിനിങ് ഡ്യൂട്ടി, നോ കാൻഡിഡേറ്റ് അവൈലബിൾ വേക്കൻസീസ് ആൻഡ് ഫോർഫീറ്റഡ് റിസർവേഷൻ ടേൺ വേക്കൻസീസ് പെൻഡിംഗ് ഇഫ് എനി ടു ബി compensated shall be published, provided that a final appointment chart shall be published at the end of the selection year showing the candidate selected on open competition basis and selected on reservation quota. Note: appointment chart for the purpose of this rule shall mean the list showing the details of candidates advised based on merit and another list of candidates advised based on reservation showing their community, group of communities, turn, vacancy details such as non-joining duty, no candidates available, temporarily passed over. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ആ ഒരു ലിസ്റ്റ് ഇടേണ്ടത് എന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. We told above said appointment chart is being regularly published by Kerala Public Service Commission in their official website. At any rate, since a provisional appointment chart and the final appointment chart is statutorily bound to be published and the candidate concerned can easily access those documents by a mere request filed under the Right to Information Act. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ട്രാൻസ്പാരൻസിയെ കുറിച്ച് പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും ചെയ്തിരിക്കുന്നത്. കാരണം RI ആക്ടിനകത്ത് കിട്ടും, ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ കൂടി അതിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ആരെയും തടയുന്നില്ല, പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇത് ഷോ ചെയ്യുന്നത്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഓഫ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് അനദർ എക്സെട്ര വേഴ്സസ് ഡോക്ടർ സുസ്മി. ആ കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദെയർ ഫോർ ആസ് അഗെയിൻസ്റ്റ് വേക്കൻസീസ് ദാറ്റ് ആർ റിപ്പോർട്ടഡ് ടു ദ KPSC ദാറ്റ് കാൻഡിഡേറ്റ്സ് ഹാവ് സം സെംബ്ലൻസ് ഓഫ് എ റൈറ്റ്. ഹൗവർ ആസ് ഫാർ ആസ് ദോസ് നോട്ട് റിപ്പോർട്ടഡ് ആസ് കൺസേൺഡ് the candidate cannot claim a right per se. It is possible that in given situations the state may be lethargic or even may not wish to report vacancies. In such a situation, undoubtedly the individuals awaiting report appointment may have recourse to judicial remedies. In such proceedings, the government or the concerned agency can furnish a suitable explanation. If that is bound to be arbitrary, appropriate direction may follow. However, the procedure in all such cases would be to consider the state response. In the present case, the CAT in this court's opinion entirely misdirected itself in making enquiry whether vacancies had arisen in June 2017 with the promotion of some medical officers. As the department explained, those promotions could not automatically result in vacancies having regarding to the fact that excess members of medical officers were on the roll. Furthermore, the CAT, in our opinion, should not have inquired into the matter once it was reported to all vacancies that could be reported had been reported, as is evidence from the reply by the department as well as the ടാബുലർ ചാർട്ട് ഇൻ ഇറ്റ്. ഇവിടെ എന്ന് വെച്ചാൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന കോടതി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കാൻഡിഡേറ്റ്സിന് റൈറ്റ് ഉണ്ട്, ഒരു ഇൻജസ്റ്റിസ് ആണ് ചെയ്യുന്നതെങ്കിൽ കാൻഡിഡേറ്റ്സിന് കോടതിയിൽ വരാൻ, കോടതിക്ക് ഡയറക്ഷൻ കൊടുക്കാം. പക്ഷേ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ വേക്കൻസി കാൻഡിഡേറ്റ്സിന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യിപ്പിക്കണം. അതായത് ഇന്ന വേക്കൻസീസ് സ്റ്റാഫ് ഫിക്സേഷൻ നടത്തുമ്പോൾ ഇത്ര വേക്കൻസീസ് വരുമെന്നും അത് നമുക്ക് വേണമെന്നും പറഞ്ഞിട്ട് അത് ഗവൺമെൻറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. അവിടെ മനഃപൂർവ്വം നമ്മളെ തടഞ്ഞു വെച്ച് നമുക്ക് അടുത്ത എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിക്കാനാണെങ്കിൽ നമുക്ക് ആ കള്ളത്തരം പ്രൂവ് ചെയ്യിക്കാൻ പറ്റും കോടതിയിൽ കൊണ്ടുവന്നിട്ട്. അവിടെ കോടതി ഡയറക്ഷൻ കൊടുക്കും. പക്ഷേ നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് നമുക്കൊരു ഇതോടുകൂടി എനിക്ക് അവിടെ വേക്കൻസി ഉണ്ട് അതെങ്കിൽ എനിക്ക് തരണം. അപ്പോൾ ഗവൺമെൻറ് പറയും നമ്മളെ പൈസ ഇല്ല കൊടുക്കാനെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളതിൽ കാശില്ല. അപ്പോൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്താൽ ശമ്പളം കൊടുക്കണ്ടേ, നമ്മളതിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഗവൺമെൻറ്റിനാണ് അതിൻ്റെ എല്ലാ അധികാരവും ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതും അതാണ് നമുക്കത് മനസ്സിലാക്കി തരാനാണ് ഈ ഒരു ഡിസിഷൻ കോടതി കോട്ട് ചെയ്തത്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ
ശങ്കർസാൻ ഡാഷ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസാണ്. ആ കേസിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ എ കാൻഡിഡേറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ സെലക്ട് ലിസ്റ്റ് ഓർ റാങ്ക് ലിസ്റ്റ് ഹാസ് നോ ഇൻഡിഫീസിബിൾ റൈറ്റ് ടു ബി അപ്പോയിന്റഡ് ഈവൻ ഇഫ് the vacancy actually exists and that the state authorities while filling up the vacancies have to act bona fide and no arbitrarily, and if for bona fide and reasonable grounds the appointing authority can even take the stand that they do not intend to fill up the existing vacancy etc. നമ്മൾ പറഞ്ഞ ഈ കാര്യം തന്നെയാണ്. ഇപ്പോൾ വേക്കൻസി ഉണ്ടെങ്കിൽ പോലും സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കാതിരിക്കാം എന്നുള്ളതാണ് ഈ കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതിന്റെ ഡിസിഷനും കൂടിയാണ്. ബോണഫൈഡ് ആയിരിക്കണം, അല്ലാതെ ഇൻജസ്റ്റിസും അവന് മനഃപൂർവ്വം അവന് ഒരു ജോലി കിട്ടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തടഞ്ഞു വയ്ക്കാൻ പാടില്ല. അത് നമുക്ക് അങ്ങനെ ചെയ്യുന്നെങ്കിൽ നമുക്ക് കേസ് കൊടുത്തിട്ട് അതിന് ഡയറക്ഷൻ വാങ്ങിപ്പിക്കുക. പക്ഷേ ബോണഫൈഡ് ആയിട്ട് സ്റ്റേറ്റ് അത് ചെയ്യുന്നത് പറഞ്ഞു സാലറി കൊടുക്കാനില്ല, പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഈ ഡിസിഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ കേസിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഒരു ആർബിട്രറി മാനർ ആവരുത്. കാരണം സ്റ്റേറ്റിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറയണം അപ്പോൾ വേക്കൻസി ഉണ്ട് മനഃപൂർവ്വം മനസ്സില്ലാത്ത എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് നിൽക്കാൻ പാടില്ല എന്നും ഈ ഡിസിഷനകത്ത് തന്നെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്ഷൻ വാങ്ങിക്കാനായിട്ട് സാധിക്കും, മനഃപൂർവ്വം തടഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ. അടുത്ത കേസ് എന്ന് വെച്ചാൽ അത് നമ്മൾ നേരത്തെ നോക്കിയ കേസ് തന്നെയാണ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വേഴ്സസ് ഷീജ മോൾ എന്ന് പറയുന്ന കേസ്. അതിൻ്റെ അകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ can this court be approached to compel an appointing authority to fill up vacancies from a ranked list prepared by the Public Service Commission even if the appointing authority bar employer does not intend to fill up that particular vacancies for genuine and bona fide reasons എന്നുള്ളതാണ്. അപ്പോൾ കോടതിക്ക് കമ്പൽ ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ വന്ന ക്വസ്റ്റ്യൻ. ജെന്യുവിൻ ആൻഡ് ബോണ ഫൈഡ് റീസൺസിലാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് എങ്കിൽ എന്നുള്ളതാണ് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ an appointing authority may for good and sufficient reasons take a decision not to fill up existing vacancies and merely on account of fact that there is a ranked list in force. This court will not in exercise jurisdiction under 226 of Constitution of India. കോടതിക്ക് പറ്റില്ല. അതായത് ജെനുവിൻ ആൻഡ് ബോണഫൈഡ് റീസണിലാണ് വേക്കൻസീസ് തടഞ്ഞു വെച്ചിരിക്കുന്നതെങ്കിൽ കൊടുക്കാതിരിക്കുന്നതെങ്കിൽ സ്റ്റേറ്റ് അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ കോടതിക്ക് 226 ഉപയോഗിച്ച് ഗവൺമെന്റിന്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല, കൊടുക്കുക എന്ന് പറയാൻ പറ്റത്തില്ല എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇത്രയും ഡിസിഷൻസും കാര്യങ്ങളൊക്കെ കോടതി വിലയിരുത്തിക്കൊണ്ട് കോടതി ഒരു ഓർഡർ പാസ്സാക്കിയാണ്. Therefore, it is only necessary to interest of better administration of justice that the litigants should take recourse to such a proper and well-studied approach before initiating litigative proceedings. We say so only to ensure that legitimate grievances of the candidates are duly adjudicated by the judicial fora concerned through a just and fair manner so as to protect the rights and interest of both sides. The upshot of the above discussion is that no grounds have been made out so as to warrant this court's inference with the well-considered impugned interim order rendered by the tribunal at Exhibit P2. അതുകൊണ്ട് എന്ത് ചെയ്ത് with these observations and directions the above original petition will stand dismissed. അപ്പോൾ കുട്ടികൾ ഫയൽ ചെയ്ത ആ കേസ് ഡിസ്മിസ് ചെയ്തു, ട്രൈബ്യൂണലിൻ്റെ ഓർഡർ ശരിവെച്ചു. ഇതാണ് ഈ കേസിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളൊരു കേസ് കൊടുക്കുന്ന കാര്യങ്ങളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെൻറ്റിന് എന്തും ചെയ്യാം. പിന്നെ ഇൻജസ്റ്റിസ് ആയിട്ട് തടഞ്ഞു വെച്ച വേക്കൻസീസ് മാത്രമേ നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ വേക്കൻസീസ് പ്രോപ്പറായിട്ട് പുറത്ത് പോവാതെ നോക്കണം. റാങ്ക് അതായത് അഡ്വൈസ് ചെയ്യുന്ന വേക്കൻസീസ് അത്രയും തന്നെ നമുക്ക് കിട്ടണം. അതായത് ഒരു ഡിലീറ്റഡ് മീൻസ് ഒരു കാൻഡിഡേറ്റ് വരാൻ താല്പര്യമില്ലെങ്കിൽ അവന് വേണ്ടി അഡ്വൈസ് പോയാൽ പിന്നെ അത് തിരിച്ചു പിടിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അത് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി വേണം ചെയ്യാനുള്ളത്. കേസൊക്കെ നമ്മൾ പറ്റുന്നിടത്തോളം നേരത്തെ കൊടുക്കണം. തോന്നുന്ന സമയത്ത് കൊണ്ട് കേസ് കൊടുക്കില്ല, അവസാന നിമിഷം കൊണ്ട് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. വേക്കൻസീസ് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. ആരെങ്കിലും ഒരു ഇല്ലീഗലായിട്ടുള്ള അപ്പോയിൻമെന്റ് നടത്തിയാണോ അവിടെ തടഞ്ഞിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അതിനൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് കോടതിയിൽ പോകണം. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഭാഗ്യമാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. PSC ലിസ്റ്റുകൾ എന്ന് പറയുന്നത് ഭാഗ്യമാണ്, തലയിലെഴുത്താണ് ജോലി എന്ന് പറയുന്നത്. പിന്നെ ഓരോ ഗവൺമെൻറ്റിൻ്റെ ഓരോ സ്വഭാവം പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കിത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്കിത് ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുമെങ്കിൽ താങ്ക്സ് വഴി പൈസ ഇടാൻ പറ്റുമെങ്കിൽ ഇടണം. അപ്പോൾ ഇതാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇനി റാങ്ക് ഹോൾഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർക്കിത് വലിയ ഉപകാരവും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, NJDയുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനിയും PSC സംബന്ധമായ വീഡിയോസ് ഇടും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ വേണം. ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം. ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചാനൽ നിങ്ങൾ റെഫർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർക്ക് ഇത് കേട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.